ഒരു ബുള്ളറ്റ്. അതെങ്ങനെ തോക്കിന്ന് മിസ്സായി? തോക്ക് വീട്ടിലായിരുന്നില്ലേ? ഉണ്ട മാറ്റി നിന്റെ തള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഈ ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരുടെങ്കിലും തോക്ക് കൊടുത്തണ്ടോടാ? ഓ അങ്ങനെ ശരി. എങ്ങോട്ടാ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു അതല്ലേ അവർക്ക് അറിയേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്. സഹാക്കന്മാർ തന്നെ പലതവണ കണ്ടിട്ടില്ലേ നീ എനിക്ക് തോക്ക് കൈമാറുന്നത്? പിന്നെ ഞാൻ എന്തിനു വിളിച്ചിരിക്കണം? നീ മാറ്. ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മാറി. അവിടെ പോയി തന്തയുടെയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ ഈ 15 കൊല്ലം പാർട്ടിയിലെ സകല അവന്മാർക്കും ഇപ്പൊ കയറി വന്ന നിനക്കടക്കം വിടുപണി ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് എനിക്കും നാളെ ഒരു ദിവസം വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കാനും വേണ്ടി ഓടുകണ്ട. നീ മാറി. നീ ഒരു മറ്റടത്തേക്കും പോണില്ല. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും. കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവര് പറയിപ്പിക്കും. നീ മാപ്പ് സാക്ഷി. അതാണല്ലോ നിനക്ക് സേഫ്. പറഞ്ഞല്ലോ നിന്റെ രാഷ്ട്രീയ ഭാവി. എനിക്ക് ജീവപര്യന്തം. 2-3 വർഷം കഴിഞ്ഞ് പരോളിലിറങ്ങി ഇറങ്ങിയ കട്ടൺ പേസ്റ്റ് അവന്മാര് വെട്ടി തേച്ചു കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്റെ തന്റെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലടാ. ഊരിപ്പോവാൻ നോക്കിയ കൊച്ചക്ക അറക്കുന്നതിന് ഞാൻ. പോളിംഗ് തീരണവരെ CDP-ക്കാരനങ്ങൂല. അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ? എന്താ NSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ. എലക്ഷൻ കഴിഞ്ഞ പ്രസിഡന്റ് NSPക്കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി. ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക. എന്തായാലും തോക്കും. അപ്പൊ പിന്നെ തടിയും മാനവും രക്ഷിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൂ മാർഗം. NSP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് രാമൻ ഉണ്ണിക്ക് കൊടുത്തിരുന്ന പിന്തുണ നിരുപാധികം പിൻവലിക്കുകയും NSPയുടെ പരിപൂർണമായ പിന്തുണ ഇദ്ദേഹത്തിന് സുമേഷനായിരിക്കുമെന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഹലോ, ഒരു മിനിറ്റ്. ഞാൻ അവരെയും കൊണ്ടാ വരുന്നേ. വൈകിട്ട് പുറപ്പെടും. അജയ്, ക്യാമറകളെല്ലാം പെർഫെക്റ്റ്ലി കൺസീൽഡ് ആയിരിക്കണം. ഒന്നുപോലും അവരുടെ കണ്ണിൽ പെടരുത്. പിന്നെ മൊബൈൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ചെക്ക് ചെയ്യണം. ഒരു കാരണവശാലും അവർക്ക് സിഗ്നൽ കിട്ടാൻ പാടില്ല. ഡിഷ് ആന്റിനെയും TVകളൊക്കെ ഉടനെ എടുത്ത് മാറ്റിക്കും. വി ആർ ഗോയിങ് ടു റോക്ക് ഡിയർ. ബൈ. എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരത്തിനുണ്ടാക്കിക്കൂടെ? TC ഇത് ആര്? മാനത്തെ ചന്ദ്രികയല്ലേ? എന്താ മോളെ ബ്ലൗസ് ഒന്നും ഇടാതെ? നിനക്ക് ഞാനൊരു ബ്ലൗസ് തുന്നി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ മുഖത്തൊരു ഉണക്കുമുന്തിരിയും കൂടെ ഒട്ടിച്ചു വെക്കും, പ്രേം നസീറിനെ പോലെ. അപ്പൊ പിന്നെ ആർക്കും മനസ്സിലാവൂല. ഡോ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടക്കാൻ നോക്കണോ പിശാശെ? ദാ ചെന്നേ ആ മുഖത്ത് മുടിയിലൊക്കെ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചു വെച്ച്. ഇനി ഞാൻ കൂടെ വൃത്തികേടാവണോ? ഈ കോലത്ത് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി. അല്ലെ ഞാൻ പോയി പിടി കൊടുക്കാം. പോലെ ഓ അല്ല, അടിക്കട്ടെന്ന് ഒളിച്ചിരിക്കാൻ ഇനി ഒരു മേക്കപ്പ്. രാമണ്ണിയുടെ നോട്ട് ഞാൻ വക്കീലിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം സെഷൻസിൽ ഫയൽ ചെയ്യാം. നാളെ തന്നെ മൂവ് ചെയ്യും. സെഷൻസ് തള്ളൂന്നുള്ളത് ഉറപ്പാ. സെക്കൻഡ് ചാൻസ് ഹൈക്കോടതിയാ. തേർഡ് ചാൻസ് സുപ്രീം കോടതിയിലും. മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചാണോ ഒളിച്ചിരിക്കാൻ പോകുന്നത്? ബെസ്റ്റ്. ഈ കുരുക്കഴിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിനോട് വക്കീലാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ വക്കീലും ആണോ? അതെ, മാരാത്തെ ചന്ദ്രിക എത്തി. തുടങ്ങിയോ കലാപരിപാടികളൊക്കെ? അടിച്ചേക്കല്ല കൊച്ചു കുടിച്ചു പറ്റിക്കും. ടച്ചിങ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മോളെ. ടച്ചിങ്സ് ഒന്നുമില്ല രാമനുണ്ണി. ഇത് നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഇനി ഈ മൊബൈലുകളിൽ മാത്രമായിരിക്കും കോൺടാക്ട്. ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. എൻ്റെ പുതിയ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം.
അയ്യേ, ജീൻസ്, ബനിയൻ, കളസം. ദേ ഈ സാമാനം ഒന്നും ഞാൻ ഇടില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് ആരെങ്കിലും എന്നെ കണ്ടാൽ തീർന്നു എന്റെ രാഷ്ട്രീയ ഭാവി. ദേ, ഇതിലും ഭേദം ഞാൻ പിടി കൊടുക്കുന്നതാ. ആ, ഇവിടുന്ന് കടന്ന് മംഗലാപുരം കഴിഞ്ഞു കിട്ടണം. അതുവരെ എന്റെ കാറിൽ പോണത് അപകടമാണ്. മംഗലാപുരം കടന്നിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. താനെന്തിനു പുതിയ വഴി കണ്ടുപിടിക്കുന്നത്? കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ആ വഴിയില്ലേ ഒരു കൊളംബസ് വന്നിരിക്കുന്നു. എക്സാക്ട് ആയിട്ട് ഈ സ്ഥലം എവിടെയാ? ശ്ശോ, ഈ സ്ഥലം അറിഞ്ഞൂടെ? ഇത് ഈ മാധവൻ സാറിന്റെ വീടാണ് അല്ലേ മോളെ? അയ്യോ, താൻ ഭയങ്കര വെള്ളമാണല്ലോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാണ് സ്ഥലം. അയ്യോ, നമ്മള് ഗോവ എത്തിയോ? ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒന്നും മിണ്ടായിരടോ. ഫ്രിഡ്ജിൽ മോരിരിപ്പുണ്ട്, കലക്കി കൊടുക്ക്. ആ, ഓട്കയിൽ മോറൊഴിച്ചിരിക്കാൻ ബെസ്റ്റ്. എടുത്തിട്ടോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് റിസോർട്ട്. അയ്യോ, അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവില്ലേ? വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ റിസോർട്ട് ഉണ്ടാവോടോ? പേടിക്കണ്ട, അവിടെ എല്ലാവരും മറാഠികളും ഗോവൻസും. ഗോവൻസ് നല്ല അടികാരാ. പിന്നെ അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ല. ലാൻഡ് ഫോൺ ഇല്ല, മൊബൈലിന് റേഞ്ച് ഇല്ല. വാട്സപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ 28 കിലോമീറ്റർ മാറിയ ഒരു ടൗൺ ഉണ്ട്. ആ, അവിടെ ബീവറേജ് ഉണ്ടോ? അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അല്ല, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒൽത്താൻ പോലെ. ഒന്നും മിണ്ടായിരടോ. അതിനല്ലേ ഞാൻ. എനിക്ക് പുറത്തു പോയി വിളിച്ച് അന്വേഷിച്ച് വരാമല്ലോ. അതെ, ഒരു ബെസ്റ്റ് സ്ഥലം ഞാൻ പറയാം. മുടി മുറിക്കണ്ട, കളസൂടണ്ട, 10-16 മണിക്കൂർ യാത്ര ചെയ്യണ്ട, വെറുതെ റോട്ടിൽ ഇറങ്ങി നിന്നാ മതി, അവര് കൊണ്ടുപോയിക്കോളും. സബ്ജയില് എങ്ങനെ പോയാല? ഇയാളെയും കൊണ്ടുള്ള പോക്ക് നടക്കില്ല. വേണ്ട, റോട്ടിൽ ഇയാൾ ഇറങ്ങി നിന്നാലും മതി. പക്ഷെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുള്ളൂ. ഇല്ലേ ഇല്ലേ രാമണ്ണി? ഇല്ലേ? ഞാൻ അത്രക്കാരനല്ല. കാല പിടിക്കേ. വിട്. ഞാൻ കാല് പിടിക്കാം. ഇപ്പൊ കൊച്ചിന് മുന്നിൽ വെച്ചിട്ട് നശിപ്പിക്കരുത്. മിണ്ടായിരടാ. ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നാണ് ഫയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADM-ന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പറിന്റുകളുണ്ട്. രാമനുണ്ണിയുടെയും തോമസ് ചാക്കോ. വക്കീല് കേസ് പഠിക്കായിരിക്കും. ഏയ്, ഇതെടുത്തോണ്ട് പോയേ. വൃത്തിയുടെ കാണിക്കല്ലേ. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. ഈ ഒരെണ്ണം തിരിച്ചു മറിച്ചു വിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്നെ സമ്മതിക്കണം. ചെറുപ്പക്കാരേ